ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക മടലും ചക്കക്കുരുവും ചക്കയുടെ കൂഞ്ഞൊക്കെ വെച്ചിട്ടൊരു തീയലാണ്. പണ്ടൊക്കെ എൻ്റെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇങ്ങനത്തെ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കഷ്ണം ചക്ക കൊണ്ടുവന്നു. അതിൻ്റെ ചുളയൊക്കെ എടുത്ത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി. ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള സാധനങ്ങളാണിത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇതൊക്കെ ഒന്ന് നന്നാക്കി ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയും മുളകും തേങ്ങയും കൂടി വറുത്തിടണം. അത് ഞാൻ മുഴുവൻ മല്ലിയും മുളക്, ഉണക്കമുളക്, പിന്നെ കുരുമുളക് കൂടി ചേർത്ത് ആദ്യം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് കൂടി നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക്. അപ്പോൾ അതാ മല്ലിയും മുളകും തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ശരിക്കും ഈ പുളിവെള്ളമൊക്കെ ഈ കഷ്ണത്തിലേക്കൊന്ന് പിടിക്കണം. ഇപ്പോൾ പുളിയൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണത്തിലേക്ക് പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചക്ക മടലും ചക്കയുടെ കൂഞ്ഞിയും ചക്കക്കുരുവൊക്കെ ഇട്ടുള്ള തീയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അരപ്പൊക്കെ ചേർത്തു. ഇനി ഒരു 5 മിനിറ്റ് അടച്ചിട്ടൊന്ന് ആ അരപ്പൊന്ന് പിടിക്കുന്ന വരെ അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തിടാം. കടുകെല്ലാം പൊട്ടി വന്നിട്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാടൻ ചക്കക്കൂനലും ചക്ക മടലും ചക്കക്കുരും കൂട്ടിയുള്ള ഒരു തീയലാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.